നമസ്കാരം. ലോക സാമ്പത്തിക ശക്തികളിലെ അധികായകനായ ചൈനീസ് സമ്പദ് വ്യവസ്ഥയുടെ വേഗതയ്ക്ക് ഏപ്രിലിൽ മങ്ങലേറ്റുവെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സാമ്പത്തിക വിദഗ്ധർ പ്രവചിച്ചതിലും ദുർബലമായ ചില്ലറ വിൽപ്പനയും നിർജീവമായ സ്വത്ത് വിപണിയും നിക്ഷേപം കുറഞ്ഞതും ഈ മന്ദഗതിയുടെ സൂചനകളാണ്. ഇതിന്റെ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അമേരിക്ക ചൈന വ്യാപാര യുദ്ധത്തിന്റെ തുടർച്ചയായുള്ള ആഘാതങ്ങളാണ്. അമേരിക്ക ഏർപ്പെടുത്തിയ ഉയർന്ന താരിഫുകളും, അതായത് ചില ഉൽപ്പന്നങ്ങൾക്ക് 145% വരെ ഉയർന്ന താരിഫ്, അതിനുള്ള മറുപടിയായി ചൈന ഏർപ്പെടുത്തിയ കനത്ത തീരുവകളും, അതായത് 125% വരെ ചൈനീസ് വ്യാവസായിക ഉൽപാദനത്തെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ഇത് ഉൽപാദനത്തിൽ മന്ദഗതി ഉണ്ടാക്കുകയും കയറ്റുമതി കുറയ്ക്കുകയും ചെയ്തു. ദേശീയ സ്ഥിതി വിവര കണക്ക് ബ്യൂറോ വക്താവ് ഫു ലിങ് ഹുവായി പറയുന്നതനുസരിച്ച് മൊത്തത്തിലുള്ള സാമ്പത്തിക പ്രവണത ഇപ്പോഴും പോസിറ്റീവാണ്. എങ്കിലും വർദ്ധിച്ചു വരുന്ന ബാഹ്യ ആഘാതങ്ങളെ കുറിച്ച് അദ്ദേഹം ആശങ്കയും പങ്കുവച്ചു. പുറത്ത് ഇപ്പോഴും അസ്ഥിരവും അനിശ്ചിതവുമായ നിരവധി ഘടകങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. ദേശീയ സമ്പദ് വ്യവസ്ഥയുടെ തുടർച്ചയായ വീണ്ടെടുക്കലിനും പുരോഗതിക്കും വേണ്ടിയുള്ള അടിത്തറ കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ട് എന്നാണ് ഫു ലിങ് ഹുവായി തുറന്നു പറയുന്നത്. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും ആഭ്യന്തര ആവശ്യം വർദ്ധിപ്പിക്കുന്നതിനും ബീജിംഗ് ഊന്നൽ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തിങ്കളാഴ്ച പുറത്തു വന്ന ചില പ്രധാന സാമ്പത്തിക സൂചകങ്ങൾ ചൈനീസ് സമ്പദ് വ്യവസ്ഥയുടെ ആഴത്തിലുള്ള വെല്ലുവിളികളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ചില്ലറ വിൽപ്പനയിലെ മന്ദതയാണ് ആദ്യത്തേത്. ഏപ്രിലിൽ ചില്ലറ വിൽപ്പനയിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 5.1% വളർച്ച മാത്രമാണ് രേഖപ്പെടുത്തിയത്. സാമ്പത്തിക വിദഗ്ധർ പ്രതീക്ഷിച്ച 6% വളർച്ചയെ ഇത് മറികടന്നില്ല. ഭവന വിപണിയിലെ ദീർഘകാല മാന്ദ്യത്തിന്റെ ആഘാതങ്ങളാണ് ഉപയോക്താക്കളെ ചിലവഴിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകം. വീട് വലിയൊരു സമ്പത്തായി കാണുന്ന ചൈനീസ് കുടുംബങ്ങൾക്ക് ഇത് തിരിച്ചടിയായി. വിലയിടിവിന്റെ ഭീഷണിയാണ് അടുത്തത്. ഏപ്രിലിൽ ഉപഭോക്തൃ വില സൂചിക 0.1% ഇടിഞ്ഞത്. ഇത് സമ്പദ് വ്യവസ്ഥ നേരിടുന്ന ഡിമാൻഡ് കുറവിന്റെ സൂചനയാണ്. വിലകൾ ഇനിയും കുറയുമെന്ന പ്രതീക്ഷയിൽ ഉപയോക്താക്കൾ വാങ്ങലുകൾ മാറ്റിവെക്കുന്നതും ഈ വില ഇടിവിന് കാരണമാണ്. നിലവിലെ മൊത്തത്തിലുള്ള വില നിലവാരം താഴ്ന്നതാണ്. ഇത് ഉൽപാദനത്തിലും കമ്പനികളുടെ പ്രവർത്തനങ്ങളിലും സമ്മർദ്ദം ചെലുത്തും. ഇത് ജോലികളെയും വരുമാനത്തെയും ബാധിക്കാനും സാധ്യതയുണ്ട്. അതിനാൽ വിലകളുടെ ന്യായമായ വീണ്ടെടുക്കൽ പ്രോത്സാഹിപ്പിക്കേണ്ടത് പ്രധാനമാണ് എന്നാണ് ഫു ലിങ് ഹുവായി അടിവരയിടുന്നത്. അതേസമയം ചൈനയുമായുള്ള ട്രംപിന്റെ വ്യാപാര യുദ്ധത്തിൽ 90 ദിവസത്തേക്ക് താരിഫുകൾ താൽക്കാലികമായി നിർത്തിവെച്ച കാലയളവ് ഒരു പരിധിവരെ സഹായകമായെന്ന് ഫു ലിങ് ഹുവായി പറഞ്ഞു. ഇത് ഉഭയകക്ഷി വ്യാപാരത്തിന്റെ വളർച്ചയ്ക്കും ലോകത്തിന്റെ വീണ്ടെടുപ്പിനും സഹായകമായി എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഈ സമയത്ത് താരിഫുകൾ വീണ്ടും വരുമോ എന്ന ആശങ്കയിൽ ബിസിനസ്സുകൾ കയറ്റുമതി ഓർഡറുകൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ ശ്രമിച്ചത് കയറ്റുമതിയിൽ താൽക്കാലിക വർധനവിന് കാരണമായി. മാർച്ചില് 7.7% വ്യാവസായിക ഉൽപാദനം ഏപ്രിലിൽ 6.1% കുറഞ്ഞെങ്കിലും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത് 6.1% വളർച്ചയായിരുന്നു. എന്നാൽ അധിക വ്യാവസായിക ഉൽപാദനം ആഗിരണം ചെയ്യാൻ കയറ്റുമതിയെ അമിതമായി ആശ്രയിക്കുന്ന ചൈനീസ് സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാനപരമായ പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ആവശ്യകതയേക്കാൾ കൂടുതൽ ഉൽപാദനം നടക്കുമ്പോൾ സ്വാഭാവികമായും വിലകൾ കുറയും. 90 ദിവസത്തെ യുദ്ധവിരാമം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ചൈനയുടെ ഉൽപാദന ശേഷിയും ഓർഡറുകളും കണക്കിലെടുക്കുമ്പോൾ ഫാക്ടറി ഉൽപാദനത്തിൽ കയറ്റുമതി വഴിയുള്ള നേട്ടങ്ങളും തുടരാം. എന്നാൽ ഇത് നിരന്തരമായ വിലയിടിവിന്റെ ചിലവിലാണ് വരുന്നത്. ഓക്സ്ഫോർഡ് ഇക്കണോമിക്സിലെ ലൂയിസ് ലു ഒരു റിപ്പോർട്ടിൽ ഇത് ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്.